അതെ, നമ്മൾ ശിവക്ഷേത്രത്തിലാണ്. എന്തേ വിശ്വാസം വരുന്നില്ല അല്ലേ? ആദ്യമൊക്കെ എനിക്ക് ഇത് തന്നെ ആയിരുന്നു കേട്ടോ അനുഭവം. ഇവിടെയും ക്ഷേത്രമൊക്കെ ഉണ്ടോ എന്നുള്ളത് വലിയൊരു കൗതുകത്തോടു കൂടിയാണ് കേട്ടോ ഞാനിതിനെയൊക്കെ അങ്ങോട്ട് സ്വീകരിച്ചത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അങ്ങനെയുള്ള അറബ് രാജ്യങ്ങളല്ലേ, അപ്പോൾ അവിടെ ക്ഷേത്രമുണ്ടോ? എനിക്ക് ദുബായിലുള്ള ക്ഷേത്രം കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ തോന്നിയത്. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് ഒമാനിലെ മത്രയിലുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. അത് ശിവക്ഷേത്രം. ക്ഷേത്രത്തിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ കിടന്ന് വട്ടം കറങ്ങി. കാരണം ഇവിടുത്തെ കാഴ്ചകൾ ഒന്ന് നിങ്ങളിലോട്ട് എത്തിക്കാം എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത് മത്ര കോർണിഷാണ്. അപ്പോൾ മത്ര കോർണിഷിൻ്റെയും മത്രയിലൊരു ഫോർട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും എല്ലാമൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കയറി നോക്കിയാൽ ഈ ഭാഗത്തെ പറ്റി കുറച്ചുകൂടെ ധാരണ ഉണ്ടാവും. അപ്പോൾ ഇവിടെ 1-2 തവണ കറങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് തിരക്കുള്ള ഏരിയയാണ് എപ്പോഴും. ആ തിരക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ ഈ റൗണ്ട് അബൌട്ടൊക്കെ ചുറ്റി 2-3 തവണ കറങ്ങിയാൽ മാത്രമേ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് പകർത്തിയെടുക്കാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 2-3 തവണ ഈ കോർണിഷിൽ കിടന്ന് ഒന്ന് കറങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ പകർത്തി എടുത്തിരിക്കുന്നത്. അപ്പം അത്ര കോർണിഷിൻ്റെ സൗന്ദര്യമാണ് ഈ കാണുന്നത്. ഒരു സായാഹ്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ തെളിച്ചമൊക്കെ ഇത്തിരി കുറവുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്കും വന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി നടന്ന് കാണാനും കേൾക്കാനും ഒക്കെ, ചുമ്മാ നടക്കാനും ഒക്കെ ആയിട്ട് ശരിക്കും ആൾക്കാരുണ്ട് കേട്ടോ. ഉള്ളത് പറയാമല്ലോ, എനിക്ക് ഇവിടുന്ന് ഇറങ്ങി നടക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ അത് ഇതേവരെ സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് പിന്നൊന്ന് ഇറങ്ങി നടക്കാം എന്നൊക്കെയുള്ള രീതി വരുമ്പോഴത്തേക്ക് ഈ പാർക്ക് ചെയ്യാൻ തന്നെ കുറച്ച് സമയമെടുക്കും. അപ്പോഴത്തേക്ക് മിക്കവാറും നമുക്ക് യാത്രയ്ക്ക് പറ്റുന്നതെല്ലാം വൈകുന്നേരങ്ങളിലാണ്. അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കുറേ സമയം പോവും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഇതേവരെ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും നോക്കണം. ഇവിടെ ഇറങ്ങി കാണാനായിട്ട് ശരിക്കും കാഴ്ചകളുണ്ട് കേട്ടോ, ഇതിനകത്തൊക്കെ ആയിട്ട് കയറി നടന്ന് കാണാനായിട്ട്. അങ്ങനെ കാണാൻ പറ്റുന്ന സമയത്ത് അതിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. മത്ര കോർണിഷിൽ 1-2 തവണ കറങ്ങി. ഏട്ടന് ഈ തിരക്കിനിടയ്ക്ക് ഒന്ന് വട്ടം കറക്കിയെന്ന് വേണം പറയാൻ. കാരണം തിരക്കാവുമ്പോൾ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ വണ്ടി ഓടിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ക്ഷേത്രത്തിലേക്ക് ഉള്ള യാത്രയാണ്. നമ്മൾ പോകുന്നത് ഒമാനിലെ ഒരു ശിവക്ഷേത്രത്തിലേക്കാണ്. പിന്നെ അവിടെ ഹനുമാനും ഒക്കെയുണ്ട്. ഒമാനിലെ കൃഷ്ണക്ഷേത്രം കാണാൻ പോയതും അതിൻ്റെ കാഴ്ചകളും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ അത് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ കൂടുതലായിട്ടും ആ കൃഷ്ണക്ഷേത്രത്തിലാണ് പോകാറുള്ളത്. ഇവിടേക്ക് അങ്ങനെ എപ്പോഴും വരാറില്ല. വല്ലപ്പോഴും മാത്രമേ ഈ ക്ഷേത്രത്തിൽ വരാറുള്ളൂ. ഇവിടെ പിന്നെ നമുക്ക് പറയാനുള്ളൊരു പ്രത്യേകതയുണ്ടല്ലോ. നമ്മുടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം വട കിട്ടും. നമ്മുടെ ഉഴുന്ന് വടയുണ്ടല്ലോ, അത് കിട്ടും. പിന്നെ ആപ്പിള്, പിന്നെ പാല്, ഇതൊക്കെ അമ്പലത്തിൽ നേർച്ചയായിട്ട് വെക്കുന്നതാണ്. അതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് മത്ര പാലസ് വരുന്നത്. അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു കോളനി പോലെ ഉള്ള ഒരു ഏരിയ ആണ്. ഈ ഭാഗങ്ങളിൽ ഇവിടെ നിന്നുള്ളവരും പിന്നെ നമ്മുടെ ഗുജറാത്തിൽ നിന്നുള്ളവരും ഒക്കെയാണ് കൂടുതലായും താമസിക്കുന്നത്. കാരണം ഈ ക്ഷേത്രത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. അവർക്ക് വേണ്ടിയുള്ളൊരു ക്ഷേത്രം എന്ന നിലയിലാണ് നമുക്ക് ആദ്യകാലങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് വളവും തിരിവും ഇടുക്ക് വഴികളും പഴയകാല രീതിയിലുള്ള കെട്ടിടങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആ പഴയ കെട്ടിടങ്ങൾക്ക് ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരു വണ്ടി എതിരെ വരുമ്പോൾ നമുക്ക് വളരെ പാടുപെട്ട് വേണം അടുത്തൊരു വണ്ടിക്ക് കയറി പോകാനുള്ള എന്നുള്ള രീതിക്കുള്ള വീതിയുള്ള റോഡുകളേ ഉള്ളൂ കേട്ടോ. കാരണം വീടുകളെല്ലാം തന്നെ റോഡിലോട്ട് തന്നെ അങ്ങ് നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ ഇടുക്ക് സ്ഥലങ്ങൾ. അങ്ങനെ നമ്മൾ വലുതായിട്ട് ഇരുട്ട് വീഴുന്നതിന് മുന്നേ ആയിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തി. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അകത്തെ കാഴ്ചകൾ ആരും പ്രതീക്ഷിക്കരുത്. എന്നാലും ഇതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നൊരു കാര്യം മെയിനായിട്ട് പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോയാലേ ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾക്ക് പുറമെ ഈ മുരിങ്ങയിലെയും മുരിങ്ങയ്ക്കായും ഒക്കെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ ധാരാളമായിട്ട് മുരിങ്ങയില, അത് നല്ല സാധനമാണ് കേട്ടോ. മുരിങ്ങയില നല്ല സാധനം എന്ന് പറയാൻ ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ മുരിങ്ങയിലയിൽ 1-2 ടൈപ്പ് ഉണ്ടല്ലോ. ചിലത് കഴിച്ചാൽ നമുക്ക് വയറിന് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നതും ചിലത് നല്ല ടേസ്റ്റ് ഉള്ളതും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നല്ല മുരിങ്ങയ്ക്കായും ഒക്കെ കിട്ടും. കറിവേപ്പില അതൊക്കെ ഇവിടെ ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോരാം കേട്ടോ. ഞാൻ വാങ്ങിയില്ല, ഞാനിത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് നിങ്ങളെ. പിന്നെ ഇവിടെ കാണുന്ന ഈ തേങ്ങയും പാലും
അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക്, എണ്ണയും ഒക്കെ ഉണ്ട്, അത് ക്ഷേത്രത്തിൽ പൂജയ്ക്കായിട്ട് നമ്മൾ വാങ്ങുന്നതാണ്. ബാക്കി മുരിങ്ങയിലയും ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോരാം. അപ്പോൾ നമ്മൾ അകത്ത് കയറി കാണിക്കാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് വട ഞങ്ങൾക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ കിട്ടിയ മാത്രമേ വടയെല്ലാം നമ്മളങ്ങ് കഴിച്ചു. കുറേ നേരം തിരക്കുള്ളതുകൊണ്ട് കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഈ വട കിട്ടിയത് തന്നെ. അത് 1-2 എണ്ണമൊക്കെ കിട്ടി. അപ്പോൾ അത് ഹനുമാൻ്റെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വട മാലയായിട്ട് ഓരോരുത്തർ കൊണ്ടുവന്ന് അർപ്പിക്കാറുണ്ട്. അതാണ് പിന്നീട് അവിടെ നിൽക്കുന്നവർക്കായിട്ട് ഇത് വിതരണം ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ പായസം, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, കടല വേവിച്ചത്, പിന്നെ ആപ്പിള്, പഴം, ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾ നമുക്കിവിടെ നേർച്ചയായിട്ട് മറ്റുള്ളവർ കൊണ്ടുവന്ന് വെക്കുന്നത് നമുക്കെടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇരുട്ട് വീണപ്പോൾ മത്ര കോർണിഷ് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. പാലസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഷിപ്പാണ് ഇവിടെ കിടക്കുന്നത്. ഇത് എപ്പോഴും ഇവിടെ ഇങ്ങനെ സ്ഥിരമായി ഇട്ടേക്കുന്നത് കണ്ടുണ്ട്. അതിനകത്ത് ലൈറ്റുകൾ തെളിഞ്ഞപ്പോൾ നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ മത്ര ഫോർട്ടാണ് കുറച്ച് മുകളിലായിട്ട് കാണുന്നത്. ആ ഫോർട്ടിലും ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയാണ്. രാത്രിയിൽ ഇതുവഴിയുള്ള യാത്ര, ആ ഷിപ്പിൽ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നതും ചെറിയ ബോട്ടുകളും എല്ലാം കൂടെയൊക്കെ ആയിട്ട് കടൽ കാണാൻ നല്ല മനോഹരമായിട്ടുണ്ടല്ലേ. ഈ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.